ദില്ലി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ പോലീസിൽ കീഴടങ്ങില്ലെന്നറിയിച്ചു. പകരം രേഖാമൂലം അറസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. പോലീസിനെ ജെഎൻയുവിനകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് വിസിയും നിലപാട് സ്വീകരിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾ വഴങ്ങിയില്ലെങ്കിൽ മറ്റു വഴികൾ കൈക്കൊള്ളുമെന്ന് പോലീസ് കമ്മീഷണർ ബി.എസ്. ബസി വ്യക്തമാക്കി. ഇന്നലെ അർദ്ധരാത്രിയോടെ ജെഎൻയുവിലെത്തിയ ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികളും ക്യാമ്പസിൽ തന്നെ തുടരുകയാണ്. പോലീസ് മുമ്പാകെ കീഴടങ്ങേണ്ടതില്ലെന്നും രേഖാമൂലം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചത്. പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കരുതെന്നും പുതിയ അധ്യാപകരെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. വ്യാജ വീഡിയോകളിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ക്രിമിനൽ ചാർജുകൾ ഒഴിവാക്കണമെന്ന് അധ്യാപകരും ആവശ്യപ്പെട്ടു. And on the basis of fake videos should not be should not be applied on students like this, and the university should take steps to get the charges dropped. അധ്യാപകരുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ പോലീസിനെ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് വിസി ജഗദീഷ് കുമാർ നിലപാടെടുത്തു. എന്നാൽ മഫ്തി പോലീസുകാർ ക്യാമ്പസിന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് പോലീസ് കമ്മീഷണർ ബി.എസ്. ബസി വ്യക്തമാക്കി. കടുത്ത പ്രതിഷേധത്തിനിടയിലും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദില്ലി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. വ്യാജ തെളിവുകളിൽ നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനുമെതിരെ ഉറച്ച പ്രതിഷേധത്തിലൂടെ മറുപടി നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജെഎൻയു വിദ്യാർത്ഥികൾ. ജെഎൻയു ക്യാമ്പസിനകത്തു നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനീഷ് ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി പോലീസ് കമ്മീഷണർ ബസി ആർഎസ്എസ് ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. വയനാട്ടിൽ ആദിവാസി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൃന്ദ കാരാട്ട്. It is up to the JNU administration to take the proper course. As far as the cases against the students are concerned, these are concocted cases on the basis of manufactured evidence, and the way the Delhi Police Commissioner has acted as though he is the representative of the RSS and the ABVP. No police commissioner can act in the way that he has done. സരിതയുടെ ഫോൺ രേഖകൾ ഡിലീറ്റ് ചെയ്തതായി ഐജി ടി.ജെ. ജോസ് സോളാർ കമ്മീഷനെ അറിയിച്ചു. കേസിന് പ്രയോജനപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിയാണ് ഡിലീറ്റ് ചെയ്തതെന്നും ഇത് വിദഗ്ധർക്ക് തിരികെയെടുക്കാൻ കഴിയുമെന്നും ടി.ജെ. ജോസ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരായില്ല. അസുഖമായതിനാൽ വിസ്താരം 2 ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സരിത കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റന്നാൾ സരിത നിർബന്ധമായും പങ്കെടുക്കണമെന്ന് കമ്മീഷൻ അറിയിച്ചു. 2013 ജൂൺ 15-19 തീയതികളിലെ സരിതയുടെ ഫോൺ കോൾ രേഖകൾ ഐജി ടി.ജെ. ജോസ് ചോർത്തുകയും പിന്നീട് നശിപ്പിക്കുകയും ചെയ്തതായുള്ള ഇന്റലിജൻസ് എഡിജിപി റിപ്പോർട്ട് പരിശോധിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് LDF സർക്കാരിന് നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടി.ജെ. ജോസിനെ കമ്മീഷൻ ഇന്ന് വിസ്തരിച്ചത്. 2013 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയിരുന്നു താൻ. അന്ന് മന്ത്രിമാർക്കെതിരെ ഫേസ്ബുക്കിൽ വന്ന അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായാണ് 4 ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയും സേവനദാതാക്കളിൽ നിന്ന് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തത്. സരിതയുടേതടക്കമുള്ള നമ്പറുകൾ ആ കേസിലേക്ക് പ്രയോജനമില്ല എന്ന് കണ്ട് അത് പിന്നീട് ഫയലിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുവെന്ന് ഐജി ടി.ജെ. ജോസ് മൊഴി നൽകി. നമ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വാർത്ത വന്നത് സംബന്ധിച്ച് തനിക്ക് ബന്ധമില്ല. ടെലിഫോൺ കോൾ ഡീറ്റെയിൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇന്റലിജൻസ് എഡിജിപി സെൻകുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തിയതായി പത്രവാർത്തകളിലൂടെ മാത്രമേ അറിയൂ. ഇക്കാര്യത്തിൽ തന്റെ മൊഴിയെടുക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഐജി അറിയിച്ചു. അതേസമയം വിസ്താരം 2 ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സരിതയുടെ അപേക്ഷ കമ്മീഷൻ അനുവദിച്ചു. സരിത മറ്റന്നാൾ 11 മണിക്ക് നിർബന്ധമായും കമ്മീഷനിൽ ഹാജരാകണമെന്നും അല്ലാത്തപക്ഷം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, ചെന്നിത്തല എന്നിവരാണ് സോണിയയുമായി കൂടിക്കാഴ്ച നടത്തുക. ആരെല്ലാം മത്സരിക്കണം, സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് തത്സമയം ശരിയാണ്. സന്തോഷ്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകം തന്നെയാണ് ചർച്ച. എന്തൊക്കെയാണ് വിവരങ്ങൾ?
സുരേഷ്, സോണിയാഗാന്ധിയുമായുള്ള KPCC നേതാക്കളുടെ കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവരാണ് സോണിയാഗാന്ധിയുമായി KPCCയെ പ്രതിനിധീകരിച്ച ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്ക്, തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഗുലാം നബി ആസാദും തുടങ്ങിയവരും ചർച്ചയിലുണ്ട്. പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇവരോടൊപ്പം ചർച്ചയിൽ സന്നിഹിതരായിട്ടുണ്ട്. പ്രധാനമായും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയാണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 4-ൽ കൂടുതൽ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ മാറി നിൽക്കുക, കൂടാതെ വിജയ സാധ്യതയുള്ളവർക്ക് സ്ഥാനം നൽകുക തുടങ്ങി KPCCയുടെ നിർദ്ദേശങ്ങളും ഈ ചർച്ചയിൽ ഉയർന്നു വരും. അതിനേക്കാൾ ഉപരി ഈ 3 പേരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുക, 3 പേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പ്രധാനമായും ചർച്ചയിലൂടെ ഹൈക്കമാൻഡ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിലവിൽ നിയമസഭാ അംഗങ്ങളാണ്, മന്ത്രിസഭാ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. VM സുധീരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ബാർ കേസിലും സോളാർ കേസിലും UDFന്റെ പ്രതിച്ഛായ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിൽ VM സുധീരൻ മത്സരിക്കണം എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിന് മുമ്പിൽ ഉയർന്നു വരുന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ VM സുധീരനാകട്ടെ മനസ്സ് തുറന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയാകട്ടെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മത്സരത്തെ നേരിടുന്നത് വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങും എന്ന അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും സംഘടനാ ചുമതല കൃത്യമായി നിർവഹിക്കാൻ VM സുധീരന് കഴിഞ്ഞില്ല എന്നൊരു അഭിപ്രായം ചെന്നിത്തലയ്ക്കുണ്ട്. ഇത്തരത്തിൽ 3 നേതാക്കളും പരസ്പര വിരുദ്ധമായ ഒരു കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിലൂടെ ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കുക, എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് തീരുമാനിക്കുക, കൂടാതെ ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് നൽകുക എന്നൊക്കെയായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ ഒരു നിർണായക തീരുമാനം ഉണ്ടാവുക. സുരേഷ്, വ്യക്തമാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവർ സോണിയാഗാന്ധിയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിയമസഭാ സീറ്റിനെ ചൊല്ലി ആഭ്യന്തര കലഹം രൂക്ഷം. ചങ്ങനാശ്ശേരി സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ രംഗത്ത്. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് മാറി നിൽക്കണമെന്നാണ് ആവശ്യം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തോട് ചങ്ങനാശ്ശേരി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തൽക്കാലം തളിപ്പറമ്പിൽ മത്സരിക്കാനും അടുത്ത തവണ ചങ്ങനാശ്ശേരി സീറ്റ് നൽകാമെന്നും പാർട്ടി നേതൃത്വം അന്ന് നൽകിയ ഉറപ്പ് ഇക്കുറി പാലിക്കുമെന്നാണ് കരുതുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ നേതാവ് ജോബ് മൈക്കിൾ പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിക്ക് സീറ്റ് ചോദിച്ചാണ്. ആ ചോദിച്ച സമയത്ത് എന്നോട് പാർട്ടി പറഞ്ഞത് അടുത്ത പ്രാവശ്യം തീർച്ചയായും ഈ സീറ്റ് ജോബ് മൈക്കിൾ മത്സരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ തളിപ്പറമ്പിന് പോയത്. ആ തീരുമാനം പാർട്ടി നടപ്പാക്കിക്കോളും. പാർട്ടി ചെയർമാനും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ അതിനുവേണ്ടി നിലപാടെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റമുണ്ടാകണം. വർഷങ്ങളായി മത്സരിച്ചവർ യുവാക്കൾക്കായി മാറിക്കൊടുക്കണം. 36 വർഷം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് അവരുടെ പ്രായം മാറിക്കഴിയുമ്പോൾ പുതിയ ആളുകൾ പറഞ്ഞില്ല. ആ മാറ്റത്തിന് അനുസൃതമായിട്ടുള്ള ഒരു കാര്യം ചങ്ങനാശ്ശേരിയിൽ നടക്കും. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MLAയുമായ CF തോമസ് പാർട്ടി തീരുമാനത്തിന് അനുസൃതമായി മാറിക്കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ജോബിന്റെ മറുപടി ഇങ്ങനെ: പാർട്ടിയുടെ കൂറും അചഞ്ചലമായ വിശ്വാസം കൂറും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പാർട്ടി മെന്റെ കടമയാണ്. ആ പാർട്ടി മെൻ ആ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മാറിക്കൊടുക്കത്തില്ല എന്നുള്ള തീരുമാനം അല്ല. അത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് പാർട്ടിക്ക് അനുസൃതമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയുടെ കൂറ് പുലർത്തുന്ന ആള് അതിനുവേണ്ടി തയ്യാറെടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മുന്നണിയിലോ പാർട്ടിയിലോ സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്തു നിന്നും സീറ്റിനായി വരുന്ന പരസ്യമായ അവകാശവാദം വരും ദിവസങ്ങളിൽ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മന്ത്രി അനൂപ് ജേക്കബ് 36 കോടി രൂപയുടെ അഴിമതി നടത്തിയതായി ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് V ശിവൻകുട്ടി MLA പരാതി നൽകി. സംഭവത്തിൽ ഉടൻ അന്വേഷണം വേണമെന്ന് പരാതിയിൽ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ഈ ടെൻഡർ, പർച്ചേസ് മാനുവൽ എന്നിവ കാറ്റിൽ പറത്തി കൃത്രിമ സ്റ്റോക്ക് ഔട്ട് രജിസ്റ്റർ കാണിച്ച് വറ്റൽമുളക് വാങ്ങിയതിൽ 2 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകാരന് 7 ദിവസത്തിനകം തുകയുടെ 75% നൽകാൻ മന്ത്രി പ്രത്യേക താൽപര്യമെടുത്തു. സപ്ലൈകോയ്ക്ക് വേണ്ടി തൂരപ്പരിപ്പ് വാങ്ങിയതിൽ 2.5 കോടി രൂപയുടെ കമ്മീഷൻ മന്ത്രി കൈപ്പറ്റി. അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങുന്നതിന് ലോഡ് ഒന്നിന് 30,000 രൂപ വീതം മന്ത്രി കമ്മീഷൻ കൈപ്പറ്റുകയാണെന്നും ശിവൻകുട്ടി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ സപ്ലൈകോയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിന് മന്ത്രി സമ്മർദ്ദം ചെലുത്തുകയാണ്. റേഷൻ കടകളെ കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കായി കോടികൾ ചിലവാക്കിയെങ്കിലും പൈലറ്റ് പ്രോജക്ട് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സർവർ വാങ്ങുന്നതിനായി AMC ഇല്ലാതെ 4 കോടി രൂപ ചിലവാക്കി.
ഇവയടക്കം വൻ അഴിമതികൾ നടത്തുന്നതിന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരെ വകുപ്പിൽ നിയമിച്ചിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഞാനിപ്പോൾ 36.5 കോടി രൂപയുടെ അഴിമതി ആരോപണം മന്ത്രി അനൂപ് ജേക്കബിനെതിരെ രേഖകളടക്കം വച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും അത് വിശദമായി ഏതാണ്ട് 10-20 മിനിറ്റോളം വിജിലൻസ് ഡയറക്ടറുമായി ചർച്ച ചെയ്യുകയുണ്ടായി. മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന 36.5 കോടി രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വി ശിവൻകുട്ടി MLA വിജിലൻസ് ആസ്ഥാനത്തെത്തി N ശങ്കർ റെഡ്ഡിക്ക് പരാതി കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. നഗരം ഇപ്പോൾ ഭക്തജനത്തിരക്കിലാണ്. വിശദാംശങ്ങൾ നൽകാൻ സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ വരെ എത്തി. മറ്റു വിവരങ്ങൾ. സുരേഷ, ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമ്മളിവിടെ കാണുന്ന പോലെ വലിയൊരു ഭക്തജന തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ദേവീ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു ഭക്തരുടെ നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 മണിക്ക് നട തുറന്നത് മുതലുള്ള നിലയ്ക്കാത്ത സ്ത്രീ ഭക്തരുടെ ഒരു പ്രവാഹമാണ് ഇവിടേക്ക് ഉണ്ടാവുന്നത്. വളരെ നേരത്തെ ദൂരെ നിന്നുള്ള ആളുകൾ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി അടുപ്പുകളൊക്കെ ക്രമീകരിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അടുപ്പുകളൊക്കെ ക്രമീകരിച്ച ശേഷമാണ് ദേവീ ദർശനത്തിനായി ഈ ക്യൂവിൽ നിൽക്കുന്നത്. നാളെ രാവിലെ നിർമാല്യവും അതിനുശേഷമുള്ള പൂജകൾക്ക് ശേഷം പുണ്യാഹം 9 മണിയോടെ തന്നെ ക്ഷേത്രത്തിൽ പുണ്യാഹ ചടങ്ങുകൾ നടക്കും. 10 മണിക്കാണ് അടുപ്പുവെട്ട്. 10 മണിക്ക് അടുപ്പുവെട്ട് നടക്കുന്നതിന് ശേഷമാണ് പൊങ്കാലയുടെ തിരിതെളിയിൽ ഉണ്ടാവുക. ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാറാണ് ശ്രീകോവിൽ നിന്ന് തീ പകർന്ന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിക്ക് കൈമാറും. അരുൺകുമാർ വലിയ തിടപ്പള്ളി അടുപ്പിലും അതിനുശേഷം ചെറിയ തിടപ്പള്ളി അടുപ്പിലും തീ പകർന്ന ശേഷമാണ് സഹമേൽശാന്തിക്ക് കൈമാറുന്നത്. ഈ ദീപമാണ് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള പുരവയും അതോടൊപ്പം തന്നെ ചെണ്ടതാളവും അറിയിപ്പും ഒക്കെ ഇവിടെ നിന്നുണ്ടാകും. അതിനനുസരിച്ചായിരിക്കും ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ അവർ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന അടുപ്പുകളിൽ തീ പകരുന്നത്. അങ്ങനെ ഒരു പക്ഷത്തെ കാത്തിരിപ്പ്, വളരെ ഭക്തിസാന്ദ്രമായ വ്രതം ഏറ്റുകൊണ്ടുള്ള സ്ത്രീ ലക്ഷങ്ങളുടെ ഒരു പക്ഷത്തെ കാത്തിരിപ്പിലാണ് അപ്പോൾ സായുജ്യമുണ്ടാകുന്നത്. തങ്ങളുടെ പ്രാർത്ഥനയും പരിഭവവും ഒക്കെ ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് അവർക്ക് അവർ മനസ്സിൽ വിചാരിച്ചതുപോലെയുള്ള നിവേദ്യമൊക്കെ ആറ്റുകാൽ അമ്മയ്ക്ക് മുമ്പിൽ നടത്തിയ ശേഷമായിരിക്കും മടക്കയാത്ര. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വളരെ നേരത്തെ തന്നെയാണ് നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത്. അതായത് രാവിലെ 10 മണിക്ക് പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്ന് പൊങ്കാല ആരംഭിക്കും. വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30ക്കാണ് നിവേദ്യം. ഇതിനുവേണ്ടി 250 ശാന്തിമാരെയാണ് ക്ഷേത്രം തന്നെ ഇടപെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 3500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തവണ സുരക്ഷയ്ക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് ഷാഡോ പോലീസിനെ ഒക്കെ ഒരുക്കിക്കൊണ്ട് വലിയ ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ സംഘാടകർ ചെയ്തിട്ടുള്ളത്. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ്. കാരണം ഈ വളരെ ദൂരെ നിന്നുള്ളവർ തന്നെ നേരത്തെ എത്തി തന്നെ ക്ഷേത്രത്തിന് മുമ്പിലായി അടുപ്പുകൾ ക്രമീകരിച്ച് അവർ കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഉള്ള മണിക്കൂറുകൾ അവരുടെ മനസ്സിൽ മന്ത്രം ഉച്ചാരണത്തിന്റെ മാത്രം മണിക്കൂറുകളാണ്. അതിനുശേഷം രാവിലെ ആകുമ്പോഴേക്കും അവരെല്ലാം തന്നെ കാത്തിരിപ്പ് നടത്തിയ അല്ലെങ്കിൽ വ്രതം നോറ്റ് വന്ന ആ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് കടക്കും. അതിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം 35 ലക്ഷം ഭക്തരെയാണ് ക്ഷേത്ര കമ്മിറ്റി തന്നെ പ്രതീക്ഷ. ഇത്തവണ 40 ലക്ഷം വരുമെന്നാണ് അവരുടെ ഒരു അനുമാനം. ഏതായാലും ക്ഷേത്ര ദർശനത്തിനുള്ള തിരക്ക് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുനിൽ, അതോടൊപ്പം തന്നെ ദൂരദിക്കുകളിൽ നിന്നടക്കം വൻ ഭക്തജനങ്ങളാണ് ആറ്റുകാലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഗതാഗത ക്രമീകരണങ്ങളടക്കം ഏത് രീതിയിലാണ്? സുരേഷ്, വളരെ ദൂരെ നിന്നുള്ള ആളുകളാണ് നേരത്തെ തന്നെ ഇന്നലെ മുതൽ തന്നെ വളരെ ദൂരെ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി അവർക്ക് പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ തന്നെ ചെയ്യുന്നുണ്ട്. വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ ക്ലബ്ബുകൾ, ക്ഷേത്രം തന്നെ ഇടപെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും വിവിധ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ പൊങ്കാലയിട്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി
ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണം സ്ത്രീകൾക്ക് വളരെ അവരുടെ സേഫ്റ്റി ഒരുക്കുക, അവർക്ക് സേഫ്റ്റിയോടുകൂടി തന്നെ ഇവിടെ വന്ന് പൊങ്കാല അർപ്പിച്ച് മടങ്ങാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു ക്രമീകരണവും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നാളെ രാവിലെ വരുമ്പോഴേക്കും അവർക്ക് ട്രെയിൻ അതുപോലെ തന്നെ ബസ്, ഇതിനൊക്കെ പ്രത്യേകിച്ച് അവർക്ക് ബസ് സർവീസ് KSRTC തന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ വരത്തക്ക രീതിയിലുള്ള ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്.